ഹായ് ഹലോ എബീസ് വേൾഡിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ മിലുമോളുടെ മാമോദീസയാണ് കേട്ടോ. രാവിലെ ഞങ്ങൾ പള്ളിയിലോട്ട് പോയി. അത് കഴിഞ്ഞതിന് ശേഷം അവളാണ് എൻ്റെ കയ്യിലാണ് ഇരുന്നത് കേട്ടോ. അതൊക്കെ ആരാധനയൊക്കെ നടന്നു. ഞാൻ ഏറ്റവും ബാക്കിലാണ് ഇരുന്നത് കേട്ടോ. കാലൊക്കെ ഒന്ന് ഫ്രണ്ടിലത്തെ ചെയറിലൊക്കെ വെച്ചിട്ട് നല്ല സുഖമായിട്ടിരുന്നു. അപ്പോൾ ഞങ്ങളുടെ പള്ളിയിൽ 2-3 ദിവസം മുന്നേ ഒരു അപ്പൂപ്പ മരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ അപ്പൂപ്പൻ്റെ കല്ലറിൽ പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ മാമോദീസ ചടങ്ങൊക്കെ തുടങ്ങിയത്. വിശ്വാസം പഠിപ്പിക്കാനും പരിശീലിപ്പിക്കാനും നിന്നെയും നിന്റെ സകല സൈന്യങ്ങളെയും നിന്റെ സകല ദൂതന്മാരെയും നിന്റെ എല്ലാ വഞ്ചനയെയും നിന്നെക്കുറിച്ചുള്ള എല്ലാ ഭയത്തെയും ഉപേക്ഷിക്കുന്നു. മാമോദിസം എന്ന വിവേക സേവകരായ ഞാൻ സാധാരണ നിന്നെയും നിന്റെ സകല സൈന്യങ്ങളെയും നിന്റെ സകല ദൂതന്മാരെയും നിന്റെ എല്ലാ വഞ്ചനയെയും നിന്നെക്കുറിച്ചുള്ള എല്ലാ ഭയത്തെയും ഉപേക്ഷിക്കുന്നു. മാമോദിസം എന്ന മാമോദിസം എന്ന വിവേകാസേവകരായ ഞാൻ വിജയപത്രാൻ നിന്നിലും പരിശുദ്ധന്മാരായ പ്രവാചകന്മാർ സ്നേഹിതന്മാർ ജീവന്റെയും പാപമോചനത്തിന്റെയും പ്രത്യാശയിൽ വിവേകാസേവകർ പിതാവിന്റെയും കുഞ്ഞാടിലേറ്റാലും ജന്മമേ
കർത്താവിനെ പുണ്യാക്കം തന്നെ ഒഴുകുകയും ചെയ്യട്ടെ. നീ സ്വീകരിച്ച മാമോദീസായിലേക്ക് നിവസിക്കട്ടെ. പാപപരിഹാരപ്രദമായ മാമോദീസയിൽ നീ കഴിഞ്ഞ പരിശുദ്ധ സമയത്ത് സമാധാനത്തോടുകൂടി എല്ലാവരോടും പ്രാഥമിക ഉദാശകളോട് നമ്മളിപ്പോൾ കഴിഞ്ഞു. അപ്പോൾ മാമോദിസ ചടങ്ങെല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ പ്രതീക്ഷിക്കാതിരുന്നാണ് എനിക്കൊരവസരം കിട്ടിയത് കേട്ടോ. അപ്പോൾ തലതൊട്ടപ്പൻ തലതൊട്ടമ്മ എന്നിങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ ഞങ്ങളുടെ പള്ളിയിൽ. കുഞ്ഞിനെ ആദ്യ കുർബാന മാമോദിസ സ്വീകരണ സമയത്ത്. അപ്പോൾ ആൺകുട്ടികൾക്കാണെങ്കിൽ തലതൊട്ടപ്പൻ, പെൺകുട്ടികൾക്കാണെങ്കിൽ തലതൊട്ടമ്മ എന്നിങ്ങനെയാണ് കേട്ടോ. അപ്പോൾ മിക്കുവിനായിരുന്ന സമയത്ത് ഞങ്ങളുടെ പള്ളിയിൽ തന്നെ ഒരു മാമനുണ്ടായിരുന്നു. മാമനായിരുന്നു നിന്നത്. മിലുവിന് വേറെ കുഞ്ഞമ്മ ആരെങ്കിലും നിൽക്കുക എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ അവിടെ പോയി ചെയറിൽ പോയി ഫ്രണ്ടിൽ തന്നെ വീഡിയോ എടുക്കാമല്ലോ എന്നൊരു പ്രതീക്ഷയിൽ ഞാൻ അങ്ങനെ ഇരുന്നപ്പോഴാണ് എന്നെ വിളിച്ചത് കേട്ടോ. എനിക്കത് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അങ്ങനെ വിളിച്ച സമയത്ത് പ്രതീക്ഷിച്ചില്ല, ഞാൻ പ്രതീക്ഷിക്കാതെ വിളിച്ചത് കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. എൻ്റെ മിലുമോൾക്ക് ഞാൻ തന്നെ നിന്നല്ലോ എന്നൊരു സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ വന്ന് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തു. ഇതൊരു നമ്മുടെ പള്ളിയിൽ തന്നെ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനൊരു മേക്ക് ഓവർ പോലെ ഡ്രസ്സൊക്കെ ഇങ്ങനെ നെറ്റൊക്കെ തലയിൽ നെറ്റൊക്കെ വെച്ചിട്ട് നല്ല ഭംഗി തന്നെ ഫോട്ടോ എടുക്കാനായിട്ട് നിന്നു കേട്ടോ. അപ്പോൾ ഇഷ്ടംപോലെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫോട്ടോ അല്ല ഇതിൽ ഞാൻ അങ്ങനെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ഒരുപാടുണ്ട് കേട്ടോ, ഒരുപാട് ഫോട്ടോസുണ്ട്. പിന്നെ വീഡിയോസ് ഇങ്ങനെ എനിക്ക് ഇതുപോലെ തന്നെ എടുക്കണമെന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ അങ്ങനെ അധികം ഫോട്ടോസൊന്നും ഒരു ഫോട്ടോയും ഞാൻ ഇതിനകത്തോട്ട് ഇങ്ങനെ ഇട്ടിട്ടില്ല. അപ്പോൾ ഇനിയും വീഡിയോസ് വരുന്ന സമയത്ത് തംബ്നെയിൽ പോലെ ഇത് ഞങ്ങളുടെ എല്ലാ ഫോട്ടോസും കൊടുക്കുമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം അത്രത്തോളം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇടാത്തത്. അതും കൂടെ ആകുമ്പോഴത്തേക്ക് ഒരുപാട് വീഡിയോസ് ആയിപ്പോവും, ലോങ് ആയിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇടാത്തത്. ഞാൻ എല്ലാവരും ആ ഫോട്ടോ എടുക്കുന്ന ടൈമിലുള്ള വീഡിയോസ് മാത്രം ഞാൻ എടുത്ത് പോയി കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ പുറത്തു നിന്നും കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. എൻ്റെ അപ്പൂപ്പൻ്റെയും എൻ്റെ ബേബി അമ്മയുടെയൊക്കെ കല്യാണം കാണുമ്പോഴത്തേക്കും അവർക്കിതൊന്നും കാണാൻ പറ്റിയില്ലല്ലോ എന്നൊരു വിഷമം എനിക്ക് എപ്പോഴും ഉണ്ട്. അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, അതൊക്കെ പോട്ടെ. അപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്നു ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. അപ്പോൾ ബിരിയാണി ആയിരുന്നു കേട്ടോ. ബിരിയാണി ചിക്കനും ബീഫും ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കൂട്ടിയിട്ട് നല്ല സുഖമായിട്ട് ഫുഡെല്ലാം കഴിച്ചു. വൈകുന്നേരമായ സമയത്ത് അഞ്ജുവിൻ്റെ അമ്മ പോകാൻ ഇറങ്ങി കേട്ടോ. ആ ടൈമിൽ മിക്കു ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. പിന്നെ മിക്കുവിനെ ഇണക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ വായിലിങ്ങനെ ഒരു സ്ട്രോ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവനത് കളിക്കാൻ വേണമായിരുന്നു. ഞാൻ അവന് കൊടുക്കാതെ തന്നെ അവനെ കളിപ്പിച്ച് അങ്ങനെ നിന്നു. കുറേ നേരം വരെ നോക്കി കേട്ടോ. എനിക്ക് പാവം തോന്നി. അവസാനം അവൻ തന്നെ അവൻ്റെ പല്ല് വെച്ച് കടിച്ച് വലിച്ചെടുക്കാനൊക്കെ നോക്കി. എങ്ങനെയായാലും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കുറേ നേരം വരെ കളിച്ചതിന് ശേഷം ഞാൻ പതുക്കെ 2 തവണ അവന് അങ്ങ് വിട്ട് കൊടുത്തു കേട്ടോ. കൊടുത്തപ്പോൾ ഭയങ്കര ചിരിയായിരുന്നു. അടുത്ത് പിന്നെ രണ്ടാമത് എനിക്ക് വായി തന്നെ ഇങ്ങനെ വെച്ച് തന്നു കേട്ടോ, ഞാൻ കടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴത്തേക്ക് അവന് അങ്ങ് ദേഷ്യം വന്നു. ഞാൻ പിന്നെയും കൊടുക്കും എന്നുള്ള പ്രതീക്ഷ അവനുണ്ടായിരുന്നു. അങ്ങനെയാണ് എനിക്ക് തന്നത് കേട്ടോ. ഞാൻ കൊടുത്തില്ല. അവന് ഭയങ്കരമായിട്ട് ദേഷ്യവും സങ്കടമൊക്കെ വന്നു കേട്ടോ. പിന്നെ അതിൻ്റെ കരച്ചിലാണ് കേട്ടോ, ഞാൻ കൊടുക്കാത്തതിൻ്റെ കരച്ചിലുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് ഭയങ്കര ദേഷ്യം ഉണ്ടായിരുന്നു. പിന്നെ ആ കരച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട് അക്കരെ വീട്ടിലേക്ക് പാല് കൊണ്ട് കൊടുക്കണമായിരുന്നു. അഞ്ജുവും ടോമിയും കൂടെ അങ്ങോട്ട് പോയി. ആ സമയത്ത് മിക്കുവിനെ കൂടെ കൊണ്ടുപോയി കേട്ടോ. അപ്പോൾ എന്നെ നോക്കി ഭയങ്കര ചിരിയായിരുന്നു. ഞാൻ ആ സമയത്ത് ഈ സ്ട്രോ അവൻ്റെ കയ്യിൽ കൊടുത്താണ് വിട്ടത്. അങ്ങനെ ഭയങ്കര ചിരിയും ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ. അവന് കൊടുത്തല്ലോ എന്നൊരു ചിരി ഉണ്ടായിരുന്നു അവന്. പിന്നെ മിലുവിൽ നിന്ന് കുറച്ച് ഡ്രസ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് എടുത്ത് നോക്കി. നല്ല ഡ്രസ്സായിരുന്നു കേട്ടോ. നല്ല ഫ്രോക്കായിരുന്നു. നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ട്. ഞാൻ ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഡ്രസ്സൊന്നും എടുക്കണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞാനങ്ങനെ ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടുള്ളത് ഞാൻ അവന് കൊടുത്തിട്ടാണ് ഇങ്ങ് പോകുന്നത്. അവർ ഡ്രസ്സ് വാങ്ങിക്കുകയോ കുഞ്ഞിന് എന്തെങ്കിലും ഫുഡ് വാങ്ങിക്കൊടുക്കുകയോ എന്തെങ്കിലും ചെയ്യട്ടെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഡ്രസ്സ് എന്തായാലും ഓൾറെഡി കിട്ടിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ എന്തായാലും ഒരു 6 മാസം കൂടെ കഴിയുമ്പോഴത്തേക്കും അടുത്ത് ബർത്ത്ഡേ വരികയാണല്ലോ. അപ്പോഴത്തേക്ക് എന്തായാലും നല്ല രീതിയിൽ ഡ്രസ്സൊക്കെ കിട്ടും. അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ സന്ധ്യയായ സമയത്ത് ഞങ്ങളിങ്ങ് തിരിച്ചു പോകാനായിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഞാനും ചേട്ടന് മാത്രമേ വരുന്നുള്ളൂ. എബി അവിടെ നിർത്തിയിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അവൻ എന്തായാലും അടുത്ത ഞായറാഴ്ച അച്ഛൻ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. ഒരാഴ്ച കൂടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു.
പിന്നെ ഞങ്ങൾ നേരെ പോയത് വെളനാടാണ് കേട്ടോ. വെളനാട് പേപ്പർ കഫേയിൽ പോയിട്ട് എബിക്ക് വേണ്ടുന്ന ബാഗ്, ബുക്കുകൾ, എല്ലാ സാധനം ഈ ഒരു വർഷത്തേക്ക് എന്തൊക്കെ അവന് വേണോ അതെല്ലാം വാങ്ങണമെന്ന് വിചാരിച്ച് അങ്ങോട്ട് പോയി. അപ്പോൾ ഇപ്പുറത്തെ വീട്ടിൽ വന്നു എൽസിക്ക് ബായിയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. അപ്പോൾ കുഞ്ഞമ്മ ഞങ്ങളുടെ പള്ളിയിലുള്ള ഒരു അപ്പൂപ്പ മരിച്ചതിൻ്റെ പ്രാർത്ഥനയ്ക്ക് പോകാനായിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്നാണ് ഞാനിങ്ങനെ കാവ്യ എൽസി ഇരുന്ന സമയത്ത് പെട്ടെന്ന് അപ്പൻ്റെയും ബേബിയമ്മയുടെയും ഫോട്ടോയൊക്കെ കണ്ടത്. ഒരു വിഷമമാണ് എപ്പോഴും അവരെ പറ്റി ആലോചിക്കുന്ന സമയത്ത്. നമ്മുടെ മക്കളെ എന്നും കാണാനൊരു ഭാഗ്യം അവർക്ക് രണ്ടുപേർക്കും ഉണ്ടായില്ലല്ലോ എന്ന്. അപ്പൂപ്പൻ എബിയെയും കണ്ടിട്ടുണ്ടായിരുന്നു, മിക്കുവിനെ കണ്ടു. പക്ഷെ മിക്കുവിനെ കണ്ടത് ഓർമ്മ അപ്പൂപ്പനില്ല. ആ സമയത്തൊന്നും വലിയ ഓർമ്മയൊന്നും അപ്പൂപ്പനില്ല. എബിയെ നല്ല ഓർമ്മയുണ്ട് അപ്പൂപ്പന്. മിലുവിനെ കാണാൻ പറ്റില്ല. എൻ്റെ ബേബിയമ്മയ്ക്കാണെങ്കിൽ 3 ചെറുമക്കളുടെ 3 മക്കളെയും കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു വിഷമം ഉണ്ട് നമുക്ക്. അതൊക്കെ പറയുമ്പോഴത്തേക്കും തന്നെ ഭയങ്കരമായിട്ടൊരു ഇതായി പോകുന്നുണ്ടല്ലേ. അത് പോട്ടെ. അങ്ങനെ ഞങ്ങൾ നേരെ വെളനാട് വന്നു. നമ്മുടെ വെളനാട് ദേവീക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ, വെടിപ്പുരയുടെ നേരെ ഫ്രണ്ടിലാണ് ഈ കട വരുന്നത്. അവിടെ പോയിട്ട് എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ടുണ്ടായിരുന്നു. 10 ബുക്ക് എടുക്കുമ്പോഴത്തേക്ക് 5 ബുക്ക് ഫ്രീ, അങ്ങനെയായിരുന്നു കേട്ടോ. പിന്നെ ബാക്കി എല്ലാ സാധനങ്ങളും വില കുറവാണ്, പകുതി വിലയ്ക്കുള്ളതുകൊണ്ട്. ഇപ്പോൾ 65ൻ്റെ ആണെങ്കിൽ 55-ന് തരുന്നത്, അങ്ങനെയൊക്കെ ഉള്ളതും വില കുറവിൻ്റെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒരുപാട് ഞാൻ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. ഈ വാങ്ങിക്കൂട്ടിയതെല്ലാം എബിക്ക് മാത്രമല്ല കേട്ടോ, ഞാൻ 1-2 പേർ കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിയത്. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോസിൽ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മളിതൊന്നും വീഡിയോസിൽ എടുക്കാനോ കാണാനോ വേണ്ടിയിട്ടല്ലല്ലോ നമ്മളിതൊക്കെ കാണിക്കുന്നത്. നമ്മുടെ മനസ്സിലൊരു സന്തോഷം തോന്നാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെയൊക്കെ ഓരോരുത്തർക്കും വാങ്ങിക്കൊടുക്കുന്നത്. ചിലപ്പോൾ ഞാൻ ഇനി വരുന്ന കാലത്ത് ചിലപ്പോൾ ഞാനിതൊക്കെ വീഡിയോസായിട്ട് കാണിച്ചെന്നും വരാം. അത് അപ്പോഴത്തെ മൈൻഡ് പോലെ ഇരിക്കും. ഇപ്പോൾ ഞാൻ ഈ വാങ്ങിയതൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഞാനിങ്ങനെ വീഡിയോസിലായിട്ട് കാണിച്ചിട്ടില്ല. ഇനി ചിലപ്പോൾ അവർക്കത് എങ്ങനെ ഒരു ഇതാ തോന്നിയാലോ, അതുകൊണ്ട് ഞാനൊന്നും അങ്ങനെയൊന്നും വീഡിയോസിലായിട്ടൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് സാധനമായപ്പോൾ എനിക്കിത് കൊണ്ടുപോകാൻ പറ്റാതെ വന്നു കേട്ടോ. പിന്നെ ടോമി എബിയും കൂടെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അവരുടെ കയ്യിൽ തന്നെ ഇതെല്ലാം ഞാൻ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും അടുത്ത ആഴ്ച എബിയും അച്ഛനും മാത്രമല്ലേ വരുന്നത്, അപ്പോൾ അവർ കൊണ്ടുവരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സാധനങ്ങളെല്ലാം കൊടുത്തു വിട്ട്. കുറച്ച് മാത്രം ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു, ബാക്കി എല്ലാ സാധനങ്ങളും ഞാൻ വീട്ടിലോട്ട് കൊടുത്തു വിട്ടു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നേരെ ഇങ്ങോട്ട് വീട്ടിലോട്ട് വരാനായിട്ട് തിരിച്ചു കേട്ടോ. അപ്പോൾ വരുന്ന വഴി തന്നെ ചെറുതായിട്ടൊന്ന് വിശപ്പടിച്ചു ചേട്ടന്. എനിക്കും വിശപ്പുണ്ടായിരുന്നു, പക്ഷെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു കട്ടൻ മാത്രം ഞാൻ വാങ്ങിച്ച് കുടിച്ചു കേട്ടോ. കഴിക്കാനായിട്ട് ഞാൻ അങ്ങനെ നിന്നില്ല. ചേട്ടൻ തട്ട് ദോശയൊക്കെ വാങ്ങി കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് എപ്പോഴും തട്ടുകടയിൽ പോകുമ്പോൾ അവിടുത്തെ ഓംലെറ്റ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റാണ് തട്ടുകടയിൽ പോകുമ്പോഴല്ലേ. അപ്പോൾ അവിടെ കട്ടനേ ഉണ്ടായിരുന്നുള്ളൂ, ചായ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഓംലെറ്റ് ഇഷ്ടമായതുകൊണ്ട് എൻ്റെ ചേട്ടൻ എനിക്ക് 2 പ്രാവശ്യം ഓംലെറ്റ് വാരി തന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. പിന്നെ ദോശ വേണമെന്ന് ചോദിച്ചു, എനിക്ക് ദോശയൊന്നും വേണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെന്ന് വെച്ചാൽ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. മാമോദീസ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കുഞ്ഞു വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോസായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.